കേരളത്തിൽ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ മാത്രം ഡിജിറ്റൽ അറസ്റ്റിലൂടെ തട്ടിയെടുത്തത് 4.54 കോടി രൂപ. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് പ്രധാന തട്ടിപ്പ്. വയോധികരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടാണ് തട്ടിപ്പുകൾ അധികവും. സൈബർ കൊള്ളക്കാരെ പിടികൂടാൻ ഓപ്പറേഷൻ CY ഹണ്ട് 263 പേരെ അറസ്റ്റ് ചെയ്തു. 360ഓളം കേസ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് എന്ത് ഗുണമുണ്ടായി? ഇന്നലെയും കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തത് 2 ഡിജിറ്റൽ തട്ടിപ്പ് കേസുകളാണ്. കൊച്ചി മട്ടാഞ്ചേരിയിൽ വീട്ടമ്മയ്ക്ക് നഷ്ടമായത് 2,88 ലക്ഷം. പള്ളുരുത്തിയിൽ ഡോക്ടർക്ക് പോയത് 15 ലക്ഷം. എറണാകുളത്ത് ഫ്ളാറ്റിൽ താമസിക്കുന്ന 81കാരനിൽ നിന്ന് കവർന്നത് 1,30 ലക്ഷം. അങ്ങനെ നീളുന്നു സമീപകാലത്തെ ഡിജിറ്റൽ കൊള്ള. CBI ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് വിളിക്കുന്നത്. ശേഷം രാജ്യത്തെ ഒരു പ്രധാന തട്ടിപ്പ് കേസിൽ നിങ്ങളും പ്രതിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പണം ചോദിക്കും. ഒരിക്കൽ കൊടുത്താൽ പിന്നെ എല്ലാം പോകും. സ്ത്രീകളെയും വയോധികരെയും ലക്ഷ്യം വെച്ചാണ് സൈബർ കൊള്ളക്കാരുടെ നീക്കം. മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഡോക്ടറുടെ പക്കൽ നിന്ന് 1,30 ലക്ഷം രൂപ തട്ടിയെടുക്കാനായിരുന്നു ശ്രമം. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു തട്ടിപ്പ്. 27 ലക്ഷം രൂപ ഡോക്ടർക്ക് നഷ്ടമായി. 3 പേരെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജാഗ്രത വേണമെന്ന് പറഞ്ഞ പോലീസ് മടുത്തു. അതില്ലാത്തിടത്തോളം കാലം സൈബർ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ട മലയാളികളുടെ പണം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.